എന്തൊക്കെയുണ്ട് വർത്താനം? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് കുഴപ്പമൊന്നുമില്ല, അതാ തട്ടിമുട്ടിയൊക്കെ തന്നെ പോണത്. അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ എന്തൊക്കെയോ ഒരു ദിവസങ്ങൾ ഒരു കഴിഞ്ഞ ആഴ്ച ഈ ഒരാഴ്ച ഫസ്റ്റൊക്കെ ആയിട്ട് എന്തൊക്കെയോ ഒരു ദിവസം കേട്ടോ. 2024 എന്ന് പറയുന്നത് എന്തൊക്കെയോ ഞാൻ വിചാരിക്കാത്ത കാര്യങ്ങളൊക്കെയാണ് നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചുരുക്കം പറയുകയാണെങ്കിൽ ഇന്ന് 2 ദിവസത്തെ വീഡിയോ ഒറ്റക്കെട്ടിലാണ് ഇട്ടതാണ് കേട്ടോ ഞാൻ. അപ്പോൾ നിങ്ങൾക്ക് കാണാനും സുഖമായല്ലോ. അപ്പോൾ ഇന്നലെ നമ്മൾ വീഡിയോ ഇടാത്തതിൻ്റെ കാരണമൊക്കെ ഇതിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതാകണം അട്ടം നോക്കി നിൽക്കേണ്ട, പെട്ടെന്ന് അങ്ങോട്ട് പോകുന്നുണ്ട്. ഈ ഫസ്റ്റ് തന്നെ ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് ചരിത്രം പഠിക്കാൻ ഇഷ്ടമാണോ, കേൾക്കാൻ ഇഷ്ടമാണോ, കാണാൻ ഇഷ്ടമാണോ, പണ്ടത്തെ കാര്യങ്ങളും ഇതൊക്കെ കാണാനും കേൾക്കാനൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് കമൻറ്റ് ഇട്ടോളൂ കേട്ടോ. കാരണം ഇതിൻ്റെ പകുതി മൂലം ഞാനിതാ ഒരു ചരിത്രം കാര്യങ്ങളൊക്കെ ഒന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിപ്പോൾ എന്താ പരിപാടി ചോദിച്ചാൽ ഇതാ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. എന്നെക്കൊണ്ട് കഴിയണതൊക്കെ ഞാൻ അങ്ങോട്ട് പറഞ്ഞുതരും, ഞാൻ അങ്ങോട്ട് കാണിച്ചു തരുമെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ചെസ് നമ്പർ 2ക്ക് പോണതിന് മുന്നേ ചെസ് നമ്പർ 1 ഇതങ്ങളോട് അവതരിപ്പിക്കേണ്ട ആവശ്യകത ഉണ്ട് കേട്ടോ. അപ്പോൾ ഞായറാഴ്ചത്തെ കുറച്ച് വൈകുന്നേരത്തെ വിശേഷങ്ങളാണ് ഞാൻ ഫസ്റ്റ് കൊണ്ടുവന്ന് തരുന്നത്. അപ്പോൾ അതാകും ഞാൻ വൈകുന്നേരം നമുക്ക് താടിക്ക് കയ്യും കൊടുത്ത് അങ്ങനെ കുത്തിരിക്കാം കേട്ടോ. അപ്പോൾ എന്താ പരിപാടി വെച്ചാൽ ഒരു ബിരിയാണി വെക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. ശനിയാഴ്ച ഞായറാഴ്ച എന്നൊക്കെ പറയുമ്പോൾ മക്കളെല്ലാവരും ഇവിടെ സ്കൂളിലൊക്കെ ഇല്ലാതെ ഇവിടെ ഇങ്ങനെ ഇരിക്കണതാണല്ലോ. അപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ നല്ല ഉസാറായിട്ട് വെച്ചുണ്ടാക്കി കൊടുക്കണം. ആ ഒരു ദിവസമാണല്ലോ ശനി ഞായർ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഞങ്ങളേതായാലും ഇവിടെ ഉണ്ടായാലും കേട്ടോ, ആ ആഴ്ചയിൽ ബിരിയാണി നെയ്ച്ചോറ് അങ്ങനെ എന്തെങ്കിലും ആയിട്ട് സദ്യയെങ്കിലും ഞാൻ ഉണ്ടാക്കി കൊടുക്കലുണ്ട്. കുറഞ്ഞ പക്ഷം പായസമെങ്കിലും എൻ്റെ കുട്ടികൾക്ക് ഞാൻ ഉണ്ടാക്കി കൊടുക്കലുണ്ട് കേട്ടോ. കാരണം എല്ലാവരും കൂടി ഒത്തുകൂടി കുത്തിരിക്കുമ്പോഴാണല്ലോ തിന്നാനും കുടിക്കാനൊക്കെ ഒരു ഉസാറുണ്ടാകുള്ളൂ നമുക്ക്. അപ്പോൾ ആ വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കണത്. അപ്പോൾ അമ്മക്കൊന്നും ആ ഒരു കാലഘട്ടത്തിൽ നമുക്കതൊന്നും ആ പരിപാടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മളമാർക്കൊന്നും ആകണ്ടല്ലോ. ഇപ്പോഴത്തെ മക്കൾ അങ്ങനെയാണല്ലോ. അപ്പോൾ നമ്മളമാർക്കൊന്നും ആകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അങ്ങനെ ഇതാക്കണം. റൂട്ട് കയറ്റാനൊന്നും ഞാൻ നിൽക്കണില്ല, റൂട്ടിക്ക് വേഗം ഉണ്ട് കിടക്കുക. വൈകുന്നേരം ആയപ്പോൾ ഇതാക്കണം എനിക്ക് ഇങ്ങനെ ഒരു ബിരിയാണി ഉണ്ടാക്കാൻ വല്ലാത്തൊരു കമ്പം വന്നിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് തന്നെ മക്കളോട് പറഞ്ഞിരിക്കണത് ഉച്ചക്ക് ഉണ്ടാക്കണില്ല, നമ്മൾ വൈകുന്നേരത്തെ ഉണ്ടാക്കണുള്ളൂ. കാരണം ഉച്ചക്ക് ഇഷ്ടംപോലെ ചോറുണ്ടായിരുന്നു, അതും ഇന്നലെ അന്തിക്കത്തെ ചോറ് തിളപ്പിച്ച് ഊറ്റിയായിരുന്നു. അത് തിന്ന് തീരാതെ ഇവിടെ ഒരു സാധനം വെക്കൂലെന്ന് ഞാൻ പറഞ്ഞത് കേട്ടോ. അപ്പോൾ മക്കളെല്ലാവരും ടി വി ഒക്കെ കണ്ടിട്ട് ഇങ്ങനെ ഇരിക്കുന്നു. ടി വി ഒക്കെ പൂട്ടി വെച്ച് പോയി പഠിക്കടാന്ന് പറഞ്ഞപ്പോഴാണ് എല്ലാവരും കൂടിയാണ് നീച്ച് പോയത്. നാലേ ബൈക്കങ്ങോട്ട് പോയി. അപ്പം സാധനമൊക്കെ കൊണ്ടുവന്ന് ഇതാക്കണം, വേഗം ഉണ്ടാക്കാൻ വിചാരിച്ചിങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ കണ്ണൻ പറഞ്ഞു ഇന്നത്തെ ബിരിയാണീൻ്റെ ഷെഫ് ഞാൻ തന്നെ അങ്ങോട്ട് ആയിക്കോട്ടെ എന്നില്ലേ. അതിന് സാധനങ്ങളൊക്കെ ഞാൻ അത് അടുപ്പിച്ച് ഇങ്ങനെ അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ഓനാണ് കേട്ടോ അളക്കലിൻ്റെ ഉസ്താദാണ് ഓന്. അപ്പോൾ അതാകണം ഓൻ അളക്കിക്കൊണ്ടിരിക്കും. ഞാൻ ഉണ്ടാക്കാമെന്ന് പറഞ്ഞതായിരുന്നു, പക്ഷേ ഓൻ പറഞ്ഞ് ഞാൻ ഉണ്ടാക്കി എനിക്കും പഠിക്കണമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഓൻ അതിൽ അങ്ങോട്ട് നിൽക്കുക കേട്ടോ. എന്നാൽ നിന്നോട്ടെ, ഓന് സഹായിക്കുക, ഒരാളിങ്ങനെ സഹായിക്കാൻ നിൽക്കണത് സത്യം പറഞ്ഞാൽ എനിക്കൊരു ഗതികേടാണില്ല കാര്യമുണ്ട്. കാരണം പറയുകയാണ് എനിക്കിങ്ങനെ സ്പീഡ് എല്ലാ കാര്യങ്ങളും സ്പീഡിൽ ഇങ്ങനെ എടുക്കണം. ഇത് നമുക്ക് ഒരാക്കി വെച്ച് തരാൻ പോലും ഉണ്ടാകുമ്പോൾ നമ്മളും തന്നെ ഒരു തണുത്ത് താറിയായിട്ട് വയ്ക്കാരം. അതുകൊണ്ടാണ് എനിക്ക് പെട്ടെന്ന് പണി തീർക്കണം കേട്ടോ. എടുത്തണ പണിയാണ് പെട്ടെന്ന് തീർത്താൽ എനിക്കൊരു സമാധാനം കിട്ടുള്ളൂ. പിന്നെ ഇവരോടും ഭർത്താനൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയാണ് പിന്നത്തെ പണികൾ പോകുള്ളൂ. അതുകൊണ്ടാണ് എനിക്കിങ്ങനെ ഒരു താല്പര്യം ഇല്ലാത്തത്. അപ്പോൾ മക്കളൊക്കെ സഹായിച്ച് തരാമെന്ന് പറഞ്ഞാലും ഞാൻ പറയട്ടെ, നിങ്ങളൊന്നും സഹായിച്ച് തരുന്നില്ല, ഞാൻ ഒറ്റക്കുള്ളൂ, എനിക്ക് 2 കൈയുള്ളൂ, ഞാൻ രാവിലെ തുടങ്ങിയിരിക്കണ പണി എടുക്കൽ എന്നെ കൊണ്ട് വെജാന്നൊക്കെ പറയും. അങ്ങനെ പറയും ചെയ്യും. ആരെങ്കിലും സഹായിക്കാൻ വരട്ടേന്ന് ചോദിച്ചാൽ ഞാൻ വേണ്ടാന്ന് പറയും ചെയ്യും കേട്ടോ. അങ്ങനത്തെ ഒരു സ്വഭാവമുള്ള ഒരാളും കൂടിയാണ് ഞാൻ. പൊതുവെ അങ്ങനെയാണല്ലോ, സഹായിക്കാൻ വരട്ടേന്ന് ചോദിച്ചാൽ ചിലപ്പം വരണ്ടാന്ന് തന്നെ പറയുള്ളൂ. പിന്നെ അല്ലാത്തപ്പം ഇങ്ങനെ വളവളാന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കും. അങ്ങനെയാണ് പൊതുവേ ഒരു ചുരുക്കമ്മമാർ അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാനിതാക്കണ വേഗം നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഒരു കാര്യം പറയാം, നമ്മൾ തറവാട്ടിലൊക്കെ പോയി എല്ലാവരും ഇളച്ചി മൂത്തച്ചി നാത്തൂൻ അമ്മായിയമ്മ അങ്ങനെ എല്ലാവരും കൂടി അടുക്കളയിലിരുന്ന് സാധനങ്ങൾ നന്നാക്കണതും കഴുകണതും വരുന്നതും അതൊക്കെ നല്ലൊരു രസമുള്ളൊരു പരിപാടിയാണ് കേട്ടോ. പക്ഷെ നമ്മളിവിടെ ഈ കുഞ്ഞി അടുക്കളയിൽ നമുക്ക് നിന്ന് തിരിയാനുള്ള ആ ഒരു സ്ഥലം തന്നെയല്ലേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഒന്നാമതിക്ക് ഒരു മുട്ടിത്തിരിച്ചിലുണ്ടാവില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. തറവാട്ടിലൊക്കെ പോയാൽ പിന്നെ നല്ല രസമാണ് കേട്ടോ, ഭയങ്കര രസമാണ്. എല്ലാവരും ഉണ്ടാവും, 2 നാത്തൂന്മാരുണ്ടാവും, ഇതാക്കണ ഇളച്ചി ഉണ്ടാവും, മൂത്തച്ചി ഉണ്ടാവും, മൂത്തച്ഛന്മാരും ഇളച്ചന്മാരും പറഞ്ഞാൽ ഒരുപാട് ആൾക്കാർ അവിടെ തന്നെ ഉണ്ട്. പിന്നെ പേരക്കുട്ടികളും മൈക്ക് ഇതാക്കണം, പേരക്കുട്ടികളും കൂടി വന്നാൽ ഉസാറായി ഒരു കല്യാണത്തിന് ആളിൽ ഞങ്ങൾ അവിടെ തന്നെ ഉണ്ട് കേട്ടോ. ഞങ്ങൾ തറവാട്ടിൽ തന്നെ ഒരു കല്യാണത്തിനുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ നല്ല രസമാണ്. ഓരോടൊക്കെ ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോ സാധനങ്ങൾ അരിയണം പിടിക്കണം വെച്ച് ഉണ്ടാക്കണം തിന്നണം കിടക്കണം ഒക്കെ നല്ല രസമുള്ള പരിപാടിയാണ്. അപ്പോൾ പറയുമ്പോൾ നമ്മളെവിടെ എത്തി വെച്ചാൽ പിന്നെ ആ വണ്ടി ഉണ്ടല്ലോ, ആ ബസ് അങ്ങോട്ട് റൂട്ട് മാറിയിട്ടാണ് പോകുക കേട്ടോ. മലപ്പുറത്തേക്കുള്ള ബസ് ചെയ്യുന്നു, പക്ഷേ അതിങ്ങനെ തിരിഞ്ഞ് വയനാട്ടിലേക്ക് പോകാൻ നിൽക്കുന്നു, അത് അവിടെ കട്ടെ. അപ്പോൾ ഞാൻ വേഗം ഒന്നും ബിരിയാണിക്ക് പരിപാടി ഉഷാറായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഇത്തിരി കോയും ഇത്തിരി അരിയൊക്കെ കൊണ്ടുവന്നിട്ട് വേഗം ഉണ്ടാക്കി നോക്കുകയാണ്. അപ്പോൾ മക്കളിതൊക്കെ മേലൊക്കെ കഴിക്കാൻ നല്ല ഉഷാറായിട്ട് അവിടെ പഠിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ടുണ്ട്. നാളെ സ്കൂളില്ലാതല്ലേ.
അപ്പം ഞായറാഴ്ച വൈകുന്നേരം പറയുമ്പം ഒരു സുഖമില്ലാത്തൊരു വൈകുന്നേരമാണ് മക്കൾക്ക് കിട്ടുക. കാരണം തിങ്കളാഴ്ച മുതൽ സ്കൂൾക്ക് പോകണമല്ലോ. പിന്നെ 2 ദിവസം ലീവ് എടുത്താൽ പിന്നെ 3-ാം ദിവസം ഇങ്ങനെ പോകുക, കെട്ടി ഒരുങ്ങി പോകുക എന്ന് പറഞ്ഞാൽ ഭയങ്കര മടിയുള്ള കാര്യമാണല്ലോ അല്ലേ. അപ്പം മക്കളെ പറയുന്നു, നമ്മളൊക്കെ അങ്ങനെ തന്നെയൊക്കെ, നമ്മളൊക്കെ ഇതാക്കണം, പുറത്തേക്ക് ഒരു പണിക്ക് പോകുകയാണ്, ഒരു ജോലിക്ക് പോകുന്ന ആൾക്കാരാണെങ്കിലും ഈ ഒരു തിങ്കളാഴ്ച എന്ന് പറയുമ്പോൾ ഭയങ്കര തലവേദന പിടിച്ചൊരു തിങ്കളാഴ്ച ആയിക്കാറല്ലേ. പിന്നെ ചൊവ്വാഴ്ച വിഷയം ഉണ്ടാവില്ല. പിന്നെ വെള്ളിയാഴ്ച എന്ന് പറയുമ്പോൾ സന്തോഷത്തിൻ്റെ ദിവസം, കാരണം 2 ദിവസം ലീവാണ്, ശനി ഞായർ ലീവാണ്. അപ്പം ഇങ്ങനെയൊക്കെ തന്നെയാണ് ജീവിതം, ഇങ്ങനെ കടന്നിങ്ങനെ പോയോണ്ട് നിൽക്കണം. അതിൻ്റെ ഇടയിൽ തട്ടലും മുട്ടലും ചീറ്റിലും ഒക്കെ ഉണ്ടാവും. അതൊക്കെ ആ ഒരു ബൈക്ക് അങ്ങനെ പോകില്ലേ, വന്ന ബൈക്ക് അങ്ങനെ പോയിക്കോളും. നമ്മൾ വല്ലാതെ അങ്ങോട്ട് സാരാക്കണ്ട കേട്ടോ. പിന്നെ അപ്പം എൻ്റെ ബിരിയാണി ഇതാക്കണതാവും നല്ല ഉഷാറായിട്ട് ഉള്ളിയും കാര്യങ്ങളൊക്കെ ഇട്ട് ബിരിയാണി ഇതാക്കുന്ന, പ്രത്യേകിച്ച് ഞാൻ റെസിപ്പിയും കാര്യങ്ങളും ഇടേണ്ട കാര്യങ്ങളൊന്നുമില്ല. ബിരിയാണി വെക്കാൻ അറിയാത്ത ഒരു കൊച്ചു കുട്ടിക്ക് വരെ അറിയും പറഞ്ഞില്ലേ, അതേമാതിരിക്ക് ഇതാക്കണ കൊച്ചു കുട്ടികൾക്ക് വരെ ബിരിയാണി അറിയാനുകൊണ്ട് ഞാനിത് വല്ലാതെ റെസിപ്പിയും കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല. അപ്പോൾ ഉണ്ണിമോളിങ്ങനെ വട്ടം പിടിച്ച് നടക്കണത് എന്തിനാണെന്ന് ചോദിച്ചാൽ, ഫോൺ വേണം മോൾക്ക്, എഴുതണം, ഫോൺ വേണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ അതിനാണ് ഇങ്ങനെ വാട്ടം പിടിച്ചിട്ട് ആയിക്കൂടെ ഇങ്ങനെ പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ തൊള്ളയിലിട്ട് അങ്ങനെ ചമച്ചാണ്ട് അങ്ങനെ ഉണ്ടാക്കുന്ന ഊന്തലും പൊടിക്കലൊക്കെ നടക്കുന്നുണ്ട് അവിടെ. അപ്പോൾ അതെന്താണോ, മറ്റോൻ ഏതായാലും തിന്നിട്ടില്ല, ഓനാണല്ലോ വെപ്പുകാരം. അപ്പോൾ വെപ്പുകാരം നോക്കണമല്ലോ ഇവിടുത്തെ എന്തൊക്കെ മിസ്സിങ് ആകണമെന്നുള്ളത്. അപ്പോൾ ഓനതങ്ങനെ ഒരു ഉന്തൊക്കെ ഉന്തി. പിന്നെ നിങ്ങളെ വീട്ടിലേക്ക് ഇങ്ങനെയാണോ മക്കളിൻ്റെ അമ്മ? ഇവിടുത്തെ ഞാൻ വിചാരിച്ചു ഇവിടെ തന്നെ ഉള്ളൂ ഇങ്ങനെയെന്ന്. ഭയങ്കര ഇത്രയും വലുപ്പമായിക്കണമെന്ന് ഇപ്പോഴും ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഭയങ്കരമായിട്ട് അങ്ങോട്ടും അടി ഇങ്ങോട്ടും അടി, അങ്ങോട്ട് ഇങ്ങോട്ട് ചീതറൽ ഭയങ്കരമായിട്ട് അങ്ങനെയാണ്. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞിട്ട് പോയി നോക്കുമ്പോഴും എല്ലാവരും കൂടി ഒരു കസേര പോയി കുത്തിരിക്കണം. എന്നിട്ട് ഭയങ്കര ചെറിയും വർത്താനം കളിയേക്കാരം. അപ്പം നമ്മളാരായി, നടുവിൽ നിന്ന് മദ്യം നിന്ന് ഞാൻ ആരായി, സസിയായില്ലേ, അങ്ങനെയാണ് ചിലപ്പോൾ ഇവിടെ കേട്ടോ. അത് കാണുമ്പോൾ പിന്നെ ഭയങ്കര സന്തോഷമാവും കേട്ടോ. കുറേ അടികൂടി കച്ചറ കൂടി ഇങ്ങനെ നിന്നാലും കച്ചറ എന്ന് പറയണമൊന്നും ഇല്ല. അങ്ങോട്ടൊന്നും തോണ്ടി ഇങ്ങോട്ടൊന്നും തോന്നി, അവിടെ മണ്ടക്കുത്തി ഇവിടെ മണ്ടക്കുത്തി, അവിടെ നുള്ളി ഇവിടെ നുള്ളി, അങ്ങനെയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ കച്ചറ കൂടി എന്നൊക്കെ പറയാൻ. അതൊക്കെ പാടെ കഴിഞ്ഞിട്ട് പിന്നെ എല്ലാവരും കൂടി സ്നേഹത്തോടെ ഇങ്ങനെ അങ്ങോട്ട് കൊടുത്ത് ഇങ്ങോട്ട് കൊടുത്ത് തിന്നിങ്ങനെ മടിയിലൊക്കെ കടന്ന് ചിറിച്ചും ടി വി കണ്ടെന്നൊക്കെ കുത്തിരിക്കുമ്പം അത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ് കേട്ടോ. ഭയങ്കര സന്തോഷമാണ് അത് കാണുമ്പം. മക്കൾ നല്ല ഉസാറായിട്ട് സ്നേഹത്തോടൊക്കെ ഇങ്ങനെ നിൽക്കുന്നത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമല്ലേ. ഏതൊരച്ഛനും അമ്മക്കൊക്കെ ഇതൊക്കെ തന്നെയാണ് സന്തോഷം. ഇതിലേറൊരു സന്തോഷം ഏതൊരു അച്ഛനും അമ്മക്കൊന്നും ഉണ്ടാവില്ലല്ലോ. മക്കൾ സമാധാനത്തോടു കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പര സ്നേഹത്തോടു കൂടി ജീവിതകാലം മുഴുവൻ നിൽക്കുകയാണെങ്കിലും, ഒരാൾ കീപ്പിട്ട് പോകുമ്പോൾ ഒരാൾ ഇതാക്കണം, കൈ പൊടിച്ചു ഉയർത്താൻ ഒരാളുണ്ടല്ലോ എന്ന് പറയുമ്പോഴുണ്ടല്ലോ, അതൊക്കെയാണല്ലോ ഒരു സന്തോഷം എന്ന് പറയുന്നത്, ഒരു കുടുംബത്തിലെ സന്തോഷം പറയുന്നത്. ഇങ്ങനെയൊക്കെ ആവുമ്പോഴാണല്ലേ ഞാൻ പലപ്പോഴായിട്ട് ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്. പണ്ടത്തെ കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ട് ഞാൻ. അപ്പോൾ അതവിടെ കേട്ടെ, പാസ്റ്റ് ഈസ് പാസ്റ്റില്ലേ, അങ്ങനെയാണല്ലോ ഒരു ചൊല്ല്. അങ്ങനെ തന്നെയാണല്ലോ അല്ലേ. നമ്മൾ ഈ കഴിഞ്ഞു പോയതൊക്കെ ഇങ്ങനെ പിന്നെയും തോണ്ടി എടുത്ത് പിന്നെ നമുക്ക് തന്നെ ഒരു ഇടങ്ങേറ് വരിക. അതുകൊണ്ട് തന്നെ ആ ഒരു തോണ്ടാൻ പോകണ്ട നമുക്ക് ഇന്നില്ലത് ഇനിയുമ്പോൾ നാളെ ഇവിടുന്ന് അങ്ങോട്ട് നാളെ എന്ത് ചെയ്യും അതൊക്കെ ആലോചിച്ചിട്ട് അങ്ങനെ നിൽക്കുക. കാരണം നല്ലതല്ലേ, കഴിഞ്ഞു പോയത് ഏതായാലും കഴിഞ്ഞു പോയി. ഇനിയിപ്പോൾ അതിനെപ്പറ്റി ചൊല്ലിയിട്ട് കാര്യം തന്നെയല്ല. അപ്പോൾ നമ്മളെ ബിരിയാണി രാമൻ ഇതാക്കണം നല്ല ഉഷാറായിട്ട് ഉപ്പൊക്കെ ഉണ്ടോ നോക്കണുണ്ട്. അപ്പോൾ ഇത്തിരി ഉപ്പിൻ്റെ കമ്മി ഉണ്ടേന്ന്. അപ്പം മസാലയിൽ ഉപ്പ് പിടിച്ചിട്ടില്ല എന്ന് പറയേണ്ടതായിരിക്കും. നമ്മളെ ഇന്നസെൻറ്റിൻ്റെ പോലെ അങ്ങനെ ആയി തുടങ്ങിയിരിക്കണം. ഓന് ഇളക്കി അതൊന്നും വേഗം അയക്കണില്ല കേട്ടോ. ഭയങ്കര ഇളക്കലാണ് അവിടെ. അപ്പോൾ ഉള്ളി ഇട്ട് തക്കാളി ഇട്ട് ഇഞ്ചിയും വെളുത്തുള്ളി ഒക്കെ പാടിട്ട് ഇങ്ങോട്ട് ഇളക്കിയിട്ട് ഭയങ്കര ഇളക്കലാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതാക്കണം, ഞാൻ പോയി വേഗം ഇരുട്ടാട്ടോ, നല്ല ഇരുട്ടുണ്ട്. നിങ്ങളവിടെ കൂടെയൊക്കെ മഴ ഉണ്ടോ? ഇവിടെയൊക്കെ ഇങ്ങനെ മഴ പെയ്ത് തുടങ്ങി വരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളെ വീട്ടിൽ നല്ല മഴയാണ് എന്ന് പറയുന്നുണ്ട്. നമ്മൾ നിലമ്പൂർ ഭാഗത്ത് കൂടെയൊക്കെ നല്ല മഴയുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് മഴ ശരിക്കും അങ്ങോട്ട് പിടിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ മഴ ഇങ്ങനെ തൂങ്ങി ആടിപ്പാറി ഇങ്ങനെ നിൽക്കുന്നുണ്ടെന്ന്. വൈകുന്നേരം തന്നെ ഇങ്ങനെ ചീറ്റിലും ചാറ്റിലായിട്ട് അങ്ങനെ നിൽക്കുന്നു. പക്ഷെ പെയ്തിട്ട് വന്നിട്ടില്ല കേട്ടോ. പെയ്തെങ്കിൽ ഉസാറായിരുന്നു. കാരണം നമ്മൾ വാഴക്ക് വളം ഇട്ടിട്ടുള്ളൂ. ഇന്നലെ മിഞ്ഞാന്ന് വാഴക്ക് വളം ഇട്ടിട്ട് ഇതുവരെ മഴ പെയ്തിട്ടില്ല എന്നൊക്കെ പറയുന്നത് കേട്ടെന്ന് മൂപ്പര്. അപ്പോൾ പെങ്ങൾ ഇതാക്കണം, പെങ്ങളുടെ സാന്നിധ്യത്തിലാണ് ആങ്ങളെ ഇങ്ങനെ വെച്ചുണ്ടാക്കലാണ്. എന്തൊക്കെയോ തട്ടലും കൊട്ടലായിട്ട് പരിപാടി ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇറച്ചി കഴുകിയത് വെച്ചെന്നിട്ട് അതും ഇങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ആ പെങ്ങൾ നന്നായിട്ട് എടുത്ത് കൊടുക്കണമുണ്ട്. അപ്പോൾ എന്തിനാപ്പം ഇത് ആണോ തോണ്ടൽ, എപ്പോഴും ഒരു തോണ്ടലാണ് കേട്ടോ. ആങ്ങൾക്കും പെങ്ങൾക്കുമായിട്ട് ഭയങ്കര തോണ്ടലാണ് അവിടെ ഉണ്ടാകുന്നത്. അപ്പോൾ ആ തോണ്ടൽ മുറിജിക്കുമ്പോഴാണ് ഈ ഒരു അടിമ കലാശിക്കുന്നത്. തോളം വലിപ്പമായിരിക്കണം. എന്നാലും മക്കൾ തന്നെയാണല്ലോ അല്ലേ. അപ്പോൾ അതാക്കണം മസാല കണ്ണൻ്റെ മസിൽ പിടിച്ചില്ല. മസാല ഇളക്കലുണ്ടല്ലോ ഉഷാറായിക്കണുണ്ട്, നല്ല മസാല ആയിക്കണം. അപ്പോൾ ഉപ്പും മുളകൊക്കെ പൊടിച്ച്
പിന്നില്ല ഒന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. കാരണം പറയുകയാണെങ്കിൽ ഓക്ക് ഇതാകും കുറേ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കാനും എഴുതാനും കാര്യങ്ങളൊക്കെ ഉണ്ടേന്ന്, റെക്കോർഡ് എഴുതാനും അങ്ങനെ ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ടേന്ന്. അതിൽ പിന്നെ ഓൾ ഫോണാണ്ട് കൊണ്ടുപോയിട്ട് പിന്നെ തന്നത് തന്നെ എല്ലാം സ്വിച്ച് ഓഫ് ആയി കഴിഞ്ഞേരെ തന്നത്. പിന്നെ ഞാനത് കുത്തി വെച്ച് പിന്നെ ചോറൊക്കെ ദമ്മിട്ട് അതൊക്കെ പൊട്ടിച്ച് വിളമ്പി വെച്ച് ഇതാക്കുന്ന നേരം 9 മണി ആയിക്കണം കേട്ടോ. പിന്നെ 9 മണി ആയപ്പോൾ ഇതാ ഫോണിലൊക്കെ ചാർജൊക്കെ കയറി ഞങ്ങളെല്ലാവരും കൂടി ചോറുന്നായിരുന്നു. അതിൻ്റെ ഇടയിൽ ഞാൻ മേലെ കഴുകി അങ്ങനെ ഒരുവിധ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ചോറൊക്കെ വിളമ്പി വെച്ച് കഴിഞ്ഞേരമുണ്ട് ഞാനിതാക്കണ വേലയൊക്കെ മണ്ടിയത് ഓലപ്പം ഇരുന്ന് ചോറ് തിന്നാലോ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ ഓലൊക്കെ മേശമ്മ ഇരുന്ന് ഞാനിവിടെ നിലത്തന്നെ ഇരുന്നിട്ട് നിലത്തിരുന്ന് തിന്നുക എന്ന് പറയുമ്പോൾ അത്രയുള്ളൊരു സുഖം വേറെ അല്ല കേട്ടോ. ഇനിയിപ്പോൾ ഏത് മേശമ്മ ഇരുന്നിട്ടും വലിയ കാര്യമൊന്നുമില്ല. നിലത്തിരിക്കുമ്പോൾ അതൊരു വൃത്തിയാണ്, ഒരു സുഖമാണ്. എന്തോ പള്ളക്കും നമ്മൾ തിന്നാൻ തന്നെ ഒരു സുഖമാണ് കേട്ടോ. പക്ഷെ ഇങ്ങനെ ചീത്ത അറിയുമ്പോഴൊക്കെ പാടെ കൂടിയിട്ട് പിന്നെ ഇതാക്കണം ആ ഒരു ഞായറാഴ്ച അങ്ങനെ കഴിഞ്ഞ് പിന്നെ തിങ്കളാഴ്ച ഇതാക്കണം സ്കൂൾക്ക് പോകാമല്ലോ ഒരു ജതവളകലാണ് കേട്ടോ ഇവിടെ ഉണ്ടാകുന്നത്. ഭയങ്കര ഒരു പൂരപ്പുറപ്പാടാണ്. അപ്പോൾ ഞാനെന്താ വീഡിയോ എടുക്കാമല്ലോ, ദിവസം വീഡിയോ എടുക്കണമല്ലോ നിങ്ങൾക്ക് ഇങ്ങനെ ദിവസം നിങ്ങൾ എത്തിച്ച് തരണമെങ്കിൽ നമുക്ക് ദിവസം വീഡിയോ എടുക്കണം. അപ്പോൾ ഞാനെന്താ തിങ്കളാഴ്ച രാവിലെ ഇതാക്കണം നല്ല ഉഷാറായിട്ട് പോവുക കേട്ടോ. ഞങ്ങൾ നല്ല ഉഷാറായിട്ട് ഇതാക്കുക. എല്ലാവരും പറഞ്ഞയച്ചു ഒരുവിധ പരിപാടികളൊക്കെ അടുക്കളയൊക്കെ ഒതുക്കി അടിച്ചു വാരി കുറച്ചൊന്നും തുടക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ചായ അടിച്ച് ഒത്തിരി പാത്രം കഴുകാനുണ്ടായിരുന്നു. അതൊക്കെ അവിടെ ഇട്ടിട്ട് ഞാനിത് ഓളെ കൊണ്ടാക്കിയിട്ട് പോരാന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് പോകുകയാണ് കേട്ടോ. അപ്പോൾ ഓളെ അങ്ങോട്ട് ആക്കി കൊടുക്കുകയാണെങ്കിൽ ഇച്ചിരി നേരം ഒരു 10-15 മിനിറ്റ് നേരേക്കൊന്ന് വർത്താനം പറയാനുണ്ട്. അവിടെ കുറേ തുണക്കാരത്തികളുണ്ട്. അപ്പോൾ അവരോടൊക്കെ ഒന്ന് വർത്താനമൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പോരുകയാണ് കേട്ടോ. അപ്പോൾ പോരലാണ് ഈ ഒരു യാത്രയ്ക്കുള്ള കമ്പം അമ്മക്കാണ് മനസ്സ് കയറി കൂടിയായിട്ട്. ഒരു 3-4 ദിവസമായി എന്നോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ഇജ്ജ് പോരുന്നുണ്ട്, ഞങ്ങൾ പോകുന്നുണ്ട്, എല്ലാവരും പോകുകയല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിപ്പോൾ എങ്ങോട്ടാന്ന് ചോദിച്ചാൽ നിലമ്പൂർ പാട്ടിങ്ങൊക്കെയാണ് കേട്ടോ. എല്ലാവർക്കും അറിയുണ്ടാവില്ല നമ്മളെ നിലമ്പൂർ പാട്ടിനെ പറ്റിയാണ്ട്. അത് ഞാൻ കൂടുതലായിട്ട് പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ നിലമ്പൂർ പാട്ടിൻ്റെ മുന്നോടിയായിട്ട് ഈ ഒരു പരിപാടി കൂടിയിട്ട് എന്താ വെച്ചാൽ സർവാണി സദ്യ പറഞ്ഞു വലിയൊരു ഗംഭീരം സദ്യ നടക്കുന്നുണ്ട് അവിടെ. അപ്പോൾ അതിൻ്റെ ഐതിഹ്യം ചരിത്രം കാര്യങ്ങളും കൂടുതലായിട്ട് നമുക്ക് അറിയൊന്നുമില്ല. എന്നാലും എനിക്ക് അറിയണമായിരിക്കും പറഞ്ഞുതരാൻ ശ്രമിക്കാം കേട്ടോ. അപ്പോൾ ഞങ്ങളിപ്പോൾ ആരൊക്കെയാണ് പോയതെന്ന് ചോദിച്ചാൽ ഇതാ വലിയ അമ്മായി ഉണ്ട്, അമ്മായിൻ്റെ മകളും കുട്ടികളും ഉണ്ട്, പിന്നെ മരുമോളും ഉണ്ട്, പിന്നെ ഞാനും ആണുള്ളത്. പിന്നെ കുട്ടികളൊക്കെ സ്കൂൾക്ക് പോയതാണല്ലോ, അപ്പോൾ നമുക്ക് ഒറ്റയ്ക്ക് പോകാമല്ലേ. കണ്ടമാനം വരിയാണ്. ആ വരിയുമ്പോഴൊന്നും മക്കൾക്ക് താങ്ങൂല. അപ്പം എന്താ വരി നിന്ന് എന്താ കോവിലകത്തിൻ്റെ ആ ഒരു കവാടമുണ്ടല്ലോ അതിൻ്റെ അടുത്തെത്തിക്കണം കേട്ടോ. അപ്പം എൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഞാനിതാക്കണ നിലമ്പൂരുകാരത്തിയാണ്. നിലമ്പൂരിൽ ഇതാക്കണം ജനിച്ച് വളർന്ന് ഇതാക്കണ ഒരു 10-16 വയസ്സ് വരെ ഇവിടെ തന്നെയാണ് ഞാൻ വളച്ചും വളർന്നതൊക്കെ. ഇവിടുത്തെ പാട്ടിന് കൂടിയിട്ടും അങ്ങനെയൊക്കെ അങ്ങനെ നിലമ്പൂർ പാട്ടിന് കൊല്ലം പോണ വ്യക്തിയൊക്കെ തന്നെയാണ്. പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ ഈ ഒരു സർവാണി സദ്യ ഇതാക്കണം ഇതുവരെ കഴിക്കാൻ വന്നിട്ടില്ല കേട്ടോ. സത്യം പറയുകയാണല്ലോ അങ്ങനെയാണ്. നമ്മൾ ഈ കാലിൻ്റെ വീട്ടിൽ എന്ത് പരിപാടി ഉണ്ടെങ്കിലും നമുക്ക് കഴിയൂലല്ലേ, പോകാനും കഴിയൂല, താല്പര്യം ഉണ്ടാലും അതിനും വേണ്ടി ഇതാക്കണം കയ്യെത്താ ദൂരത്ത് എവിടെ എത്രയോ സ്ഥലങ്ങളുണ്ട് അവിടെയൊക്കെ നമ്മൾ പോയി കണ്ടിട്ട് ചെയ്ത് കാണും. അപ്പം അങ്ങനത്തെ കുറച്ചൊരു ടീംസ് ഉണ്ടില്ല, ആ ഒരു ടീംസിൽ പെട്ടതാണ് ഞാനും. നമ്മൾ എടുത്തില്ല സംഭവ വികാസങ്ങളൊന്നും നമ്മൾ പൊതുവേ കണ്ടിട്ടില്ല. കയ്യെത്താൻ ദൂരത്ത് അതങ്ങ് നമ്മളെ പത്മനാഭൻ്റെ മണ്ണിൽ എന്നൊക്കെ പറയില്ല, അങ്ങനെ പോയി ഊട്ടി മൈസൂർ കൊടൈക്കനാൽ ആ വൈക്കോടൊക്കെ നമ്മൾ പോയി വന്നിട്ട് നമ്മൾ ഈ നിലമ്പൂർ ഭാഗത്തില്ല ഒരുവിധ പരിപാടികൾക്കൊന്നും നമ്മൾ പൊതുവേ പോയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതൊക്കെ കാണുമ്പോഴേക്കും തന്നെ ഭയങ്കര അതിശയമായിട്ട് ഞാൻ ഇതുവരെ ഒന്നും വന്ന് പോയിട്ടില്ല. എന്നാളൊരു ദിവസം വെറുതെ ഇത് കാണാനായിട്ട് വന്നിട്ടാ. അപ്പോൾ അതിൻ്റെ ചരിത്രവും കാര്യങ്ങളും അന്ന് എനിക്ക് മനസ്സിലായിട്ടില്ലായിരുന്നു. ഇപ്പം നേരെ വന്ന് പോയത്, പക്ഷെ ഇവിടെ ഒന്നും ഞാൻ കണ്ടിട്ടില്ലായിരുന്നു. ഇവിടെ കണ്ടപ്പോൾ തന്നെ നമുക്ക് ഏതോ ഒരു കാലത്തൊക്കെ നമ്മൾ പോയിക്കണം കേട്ടോ. കാരണം ആ രാജഭരണമൊക്കെ ഉണ്ടല്ലോ നമ്മൾ ഈ ഹിസ്റ്ററിയിലൊക്കെ പഠിച്ചിട്ടില്ലേ, ഭയങ്കര രാജഭരണം, കുതിര, ആന, അങ്ങോട്ട് അടിമ കാര്യങ്ങളൊക്കെ അല്ലേ. അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ സത്യം പറഞ്ഞെങ്കിൽ അതൊക്കെയാണല്ലോ ഓർമ്മ വന്നു. വലിയൊരു കവാടം, അതിൻ്റെ അപ്പുറത്ത് എന്തൊക്കെയാണ് നടക്കണമെന്ന് നമുക്കറിയില്ല. പക്ഷെ ഭയങ്കര വലിയ കൽക്കെട്ടുകളും കാര്യങ്ങളൊക്കെ ആയപ്പം എനിക്ക് ഭയങ്കര ചരിത്രത്തിനോട് ഭയങ്കര നല്ല ഇഷ്ടമുള്ള ഒരു കൂട്ടത്തിലാണ് ഞാൻ. അപ്പം ഞാൻ ഇതിൻ്റെ അപ്പുറം എന്താണാവോ എന്ന് ആലോചിച്ച് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ചരിത്രമൊക്കെ എന്താണാവോ എന്നൊക്കെ അങ്ങനെ കുറേ നാൾ ആലോചിക്കുന്നുണ്ട്. പിന്നെ ഒരാളിങ്ങനെ പറയാനുണ്ടാകുമ്പോൾ നല്ല രസമല്ല. പിന്നെ അമ്മായി കുറേ പറഞ്ഞു അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇത് പാട്ടുണ്ട്, അതായത് ഇങ്ങനെയാണ് ഇവിടുത്തെ സർവാണി സദ്യൻ്റെ ഐതിഹ്യങ്ങളും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. ഞാൻ പിന്നെ യൂട്യൂബിൽ വന്നിട്ട് കുറേ അങ്ങോട്ട് സെർച്ച് ചെയ്ത് നോക്കി. അങ്ങനെയാണല്ലോ ഇപ്പോൾ യൂട്യൂബ് ഉണ്ടായതുകൊണ്ട് എന്ത് ചോദിച്ചാലും നമുക്ക് തരുമല്ലേ. അപ്പം അങ്ങനെ വരി പോയി ഒരു 11:15 വരിക്കൽ തുടങ്ങിയിട്ട് ഒരു 1-1:30 ആയിക്കണമെന്ന് തോന്നുന്നു. ഈ ഒരു പന്തലിൻ്റെ ഇതാക്കണത് ഇവിടെ ഈ ഇരിപ്പിടത്തിൽ അങ്ങോട്ട് എത്തിയപ്പം അത്ര
ഇത്രയും നേരം നമ്മൾ വരി ഇരുന്നിട്ട്. അപ്പോൾ ആ ഒരു വരി എത്ര ഇക്കാരല്ലേ. അപ്പോൾ സർവാണി സദ്യ എന്ന് പറയുന്നത് അങ്ങനെ ഒരു സാമ്പാറുണ്ട്, പിന്നെ ഒരു അമ്പലത്തിൽ നിന്നൊക്കെ കിട്ടുന്ന ഒരു പ്രസാദം ഉണ്ടല്ലോ അതുണ്ട്, പിന്നെ ഒരു വാഴക്കൻ്റെ ഒരു ഉപ്പേരി ഉണ്ട്, ഒരു അച്ചാറുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് ഇതൊരു സദ്യ കേട്ടോ. ഒരു ഭയങ്കര സദ്യ പറഞ്ഞാൽ ഒരു രാവിലെ തൊട്ട് ഒരു വൈകുന്നേരം വരെ ഇത് കൊടുത്തുകൊണ്ടേ നിൽക്കുകയാണ്. അപ്പോൾ ടൺ കണക്കിനൊക്കെ ഏകാരം വെച്ച് കാണുമല്ലേ. അപ്പോൾ അതൊന്നും എനിക്കറിയില്ല കേട്ടോ, കാരണം ഇവിടെ ചോദിക്കാൻ പറ്റിയ ഒരാൾക്കാരും ഇല്ലായിരുന്നു. ഭയങ്കര തിരക്ക് ചെയ്യുന്നുണ്ട്, പേരോ തിരക്ക് ചെയ്യുന്നുണ്ടോ. അപ്പോൾ ഒന്നും രണ്ടും വരിയൊക്കെ ആയിട്ട് അങ്ങനെ നിൽക്കുന്നുണ്ട്. പിന്നെ വെക്കാനും വളമ്പാനും മോറാനൊക്കെ ആയിട്ട് ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ കൂടുതലൊന്നും എനിക്ക് അങ്ങനെ പറയാനറിയില്ല. അപ്പോൾ അതാ ചെമ്പുകളിൽ ചോറ് അങ്ങനെ വേവിക്കുന്നുണ്ട്, ഊറ്റി വെച്ചേക്കണ്, അടച്ച് വെച്ചേക്കണ്. പിന്നെ കുറേ കോവിലകത്തിൻ്റെ പൊടി ഭാഗങ്ങളാണ് ഇവിടെ കുറേ ഉണ്ട്. അപ്പോൾ അതാ അതിൻ്റെ ഇത്തിരി ഭാഗങ്ങളാണ് ഞാൻ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഒരാൾ ഞാൻ പറഞ്ഞില്ല, ഒരാൾ പറയാനുണ്ടെങ്കിൽ ഉഷാറായിരുന്നു കേട്ടോ നമ്മളെ വീഡിയോ. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ എനിക്ക് പറയാനായിട്ട്. പിന്നെ നമ്മൾ പോയത് എങ്ങോട്ടാ വെച്ചാൽ പുഴേനർക്കാണ് കേട്ടോ, നമ്മൾ ചാലിയാർക്കൂടാണ് പോയത്. അപ്പോൾ ഈ ഒരു കൊട്ടാരത്തിൻ്റെ അപ്പുറത്താക്കണം ചാലിയാറാണ് കേട്ടോ. ഈ ചാലിയാറിൽ നിന്നാണ് ഇവിടുത്തെ ഈ ഒരു തമ്പുരാട്ടിമാരും തമ്പുരാക്കന്മാരൊക്കെ കുളിച്ച് പോയതും അങ്ങനെയൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട്. അമ്മായിയാണ് മുന്നേ ഗൈഡ് കേട്ടോ, കാരണം നമുക്ക് അതിനെ പറ്റി അറിയില്ലല്ലോ. അപ്പോൾ അമ്മായി കൊല്ലം വരുന്നതുകൊണ്ട് അമ്മായിക്ക് നിശ്ചയുണ്ട് കേട്ടോ. അപ്പോൾ അതാക്കണം അവിടെ ഇങ്ങനെ ഈ തമ്പുരാക്കന്മാർ കുളിച്ച് പോകുമ്പം പിന്നെ വേറെ ആർക്കും പുഴയ്ക്ക് ഇറങ്ങാൻ പറ്റൂല, അങ്ങനെയൊക്കെയാണ്. പണ്ടത്തെ കാലമാണല്ലോ, അങ്ങനെയാണല്ലോ. ഇങ്ങനെ ഒരു അയിത്തക്കാരൊക്കെ ഉണ്ടാകുന്ന ആ ഒരു കാലത്താണല്ലോ അല്ലേ ഇതൊക്കെ ഉണ്ടാവല്. പിന്നെ പുഴൻ്റെ അക്കരെ പറയുകയാണെങ്കിൽ ചാലിയാർ പഞ്ചായത്ത് പറഞ്ഞാൽ അതിൽ അകമ്പാടം കേട്ടോ, അത് സ്വന്തം നാടാണ്. അപ്പോൾ അക്കരെ പറയണ അങ്ങനെയാണ് കേട്ടോ. മുടവണ്ണ, അകമ്പാടം, എരഞ്ഞിമങ്ങാടും, മണലോടി, മയിലോടി എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അപ്പുറ ഭാഗം നമ്മളെ ഭാഗമാണ്, ഇപ്പുറ ഭാഗം നിലമ്പൂരാരെ ഭാഗമാണ് കേട്ടോ. അപ്പം ഞങ്ങൾക്ക് ഇതാക്കണത് നടക്കല്ലേ, ഏതായാലും പുഴ കാണാത്തൊന്നല്ല, എന്നാലും ഒരു കൗതുകം കേട്ടോ. ഇവിടെ വന്നപ്പോൾ നല്ലൊരു കൗതുകം. കുറേ എന്തൊക്കെയോ ഉരുളി വെച്ചതോ അല്ലാതെ ഈ നമ്പൂതിരിമാർ കുളിക്കാൻ പോയ ആ വഴിയോ അങ്ങനെയൊക്കെ കാണുമ്പോൾ നമുക്കൊരു ചരിത്രം ഇഷ്ടപ്പെടുന്നവർക്ക് ഇതൊക്കെ നല്ലപോലെ ഇഷ്ടപ്പെടും കേട്ടോ. പക്ഷെ അതൊക്കെ അതാ വൃത്തിയായിട്ട് പറഞ്ഞു തരാൻ ഒരാളുണ്ടെങ്കിൽ ഉഷാറായിട്ട് ഞാനൊക്കെ അങ്ങനെ കേട്ടിരുന്നു പോകും കേട്ടോ. ഈ ഹിസ്റ്ററി എന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമുള്ള ഒരു വിഷയം തന്നെയാണ്. പണ്ട് മുതലേ ഇതങ്ങനെ പഠിച്ച് നമ്മൾ മോഹൻജദാരോ ഈ പണ്ട് കാലത്തിലൊക്കെ എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. ഞങ്ങളിങ്ങനെ ഒരു മനസ്സിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങനെ കാണും കേട്ടോ, ഇങ്ങനെ ഈ ചിന്തകളും വൻമതിലുകളും ഈ യുദ്ധങ്ങളും പടപൊരുതുന്നതും ഐത്തങ്ങളും രാജാവും അടിമകളും കുതിരകളും അതേമാതിരി ഒരുപാടുണ്ടല്ലേ. അപ്പോൾ പറഞ്ഞാൽ തീരുമൊന്നുമില്ല. അപ്പം അങ്ങനെയൊക്കെ ഇങ്ങനെ മനസ്സിൽ ഇമേജിൻ ചെയ്യണം, മനസ്സിലിങ്ങനെ ഒരു ചിത്രം വരയ്ക്കുന്ന ആളാണ് കേട്ടോ ഞാൻ. ചരിത്രം കേട്ടാക്കി അതിങ്ങനെ ഒന്ന് വരച്ചെടുത്തിട്ടില്ലെങ്കിൽ ഒരു സമാധാനം കിട്ടില്ല. അപ്പം അങ്ങനെയാണ് ഞാനിതും നോക്കിക്കാണുന്നത് കേട്ടോ. അപ്പം എൻ്റെ ചരിത്രം പറയുകയാണെങ്കിൽ മക്കളെ കൂടുതലൊന്നും എനിക്ക് പറയാനറിയില്ല, അതുകൊണ്ടാണ് ഞാൻ ഇത്രത്തോളം അങ്ങോട്ട് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ചരിത്രം എന്താണെന്ന് വെച്ചാൽ പണ്ട് ഏത് ദേശത്തിൻ്റെ പേരുകളും കാര്യങ്ങളൊന്നും എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ പണ്ടിൻ്റെ ഒരു അറിവ് വെച്ചിട്ട് ഞാനൊരു കേട്ടറിഞ്ഞ അറിവ് വെച്ചിട്ട് പറയുകയാണെങ്കിൽ പണ്ട് ഇതാക്കണ ഈ ഒരു കോലോത്തുനാട്ടിൻ്റെയൊക്കെ ബാക്കിയുള്ള വള്ളുവനാട്, ആ ഒരു കോലോത്തുനാട് അതിൻ്റെ ബാക്കിയുള്ള ആൾക്കാർ തന്നെ ഞാൻ തോന്നുന്നു ഈ ഒരു കോവിലകത്തിൻ്റെ ആൾക്കാർ കേട്ടോ. പിന്നെ ഒരു ചെറിയൊരു ബുദ്ധിയിൽ പറയുകയാണെങ്കിൽ ഇതാ ആദിവാസികളെ ആ ഒരു ദൈവത്തിനെ ഇതാക്കണ നമ്മളെ കോവിലകത്തിൻ്റെ ആ ഒരു ക്ഷേത്രത്തിൽ കൊണ്ടുവന്നാണ്ട് അങ്ങനെ പ്രതിഷ്ഠിക്കുകയും പിന്നെ അവിടുത്തെ ആ ഒരു പ്രതിഷ്ഠ വന്നിട്ട് അവിടുത്തെ ആൾക്കാർ ആ കാര്യപ്പെട്ട അയാളോട് ഞങ്ങളുടെ ഈ എന്താ പറയുക ഭക്തജനങ്ങൾക്ക് വേണ്ടിയിട്ട്, ആദിവാസികളായ ഭക്തജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഇന്ന ഒരു ദിവസം കാണാനും ഓൾക്ക് നല്ല പോലെ സദ്യയും കാര്യങ്ങളും ഓൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാനും അങ്ങനെ ഒരു വരം കൊടുത്തു. അങ്ങനെ എന്തോ ഒരു ഇതാണ്, നമുക്ക് അറിയില്ല കേട്ടോ. അങ്ങനെയാണ്, ചുരുക്കം പറഞ്ഞാൽ അങ്ങനെയാണ്. ആദിവാസികളുടെ ദൈവമായ ഒരു വേട്ടയ്ക്കൊരു മകനാണ് അവിടുത്തെ ഒരു പ്രതിഷ്ഠ കേട്ടോ. അപ്പം അതുപോലെ കാണാൻ വേണ്ടിയിട്ട് ആദിവാസികളെ ആ ഒരു ഊരിൽ നിന്നൊക്കെ ഇഷ്ടംപോലെ ആൾക്കാർ വന്നിട്ടുണ്ട്. പണ്ടൊക്കെ ഇഷ്ടംപോലെ ആൾക്കാർ വന്നെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെയും തന്നെ ഇഷ്ടംപോലെ ആൾക്കാർ വന്നു പോലാണ് കേട്ടോ കൂടുതലായിട്ട് വരിക. ഇപ്പം അങ്ങനെയല്ല, ഇപ്പം എല്ലാവരും വരും കേട്ടോ. നാനാ ജാതിക്കാരും അമ്പലത്തിൽ കയറാം, ആ ഒരു ദൈവത്തിനെ കാണാം. അങ്ങനെയൊക്കെയാണ് അവിടുത്തെ ചരിത്രം പറയുകയാണെങ്കിൽ കേട്ടോ. ഇത്രയൊക്കെ ഉള്ളൂ എനിക്ക് ചരിത്രം പറയാനറിയാം. കൂടുതലായിട്ട് നിലമ്പൂരുകാർക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബിലോ അത്രയ്ക്ക് പറയാനറിയുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ എന്താക്കണം, ഞങ്ങളൊരു 10:20 ബസ്സിന് അങ്ങോട്ട് പോയിട്ട് പിന്നെ തിരിച്ച് വരുന്ന എപ്പോഴാന്ന് ചോദിച്ചാലും 4-4:30 ആയിട്ട് വന്നപ്പം പിന്നെ എന്താക്കണ് നമ്മളെ അമ്മായിക്കൊക്കെ കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ചെയ്ത് പിന്നെ ഞങ്ങളിങ്ങനെ ആക്കം പോലെ തിരിച്ചു പോകുന്നുണ്ട്. കാരണം നമ്മളെ കുട്ടികളൊക്കെ വരുമ്പോഴത്തേന് 5-5:30 ആവും. അപ്പം ഞാൻ വിചാരിച്ചു ആക്കം പോലെ പോകാമെന്ന്.
പിന്നെ എന്താ വീട്ടിൽ വന്ന് നമ്മളേതായിട്ട് കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അതൊക്കെ എടുത്ത് വെച്ച് ചോറ് വെച്ച് അടിച്ചു വരാനും വിളക്കെത്തിക്കാനും മേല് കഴുകാനും പറഞ്ഞ കുറേ പണി ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്ത് കഴിഞ്ഞ് പിന്നെ പഠിക്കാൻ വരുന്നപ്പോഴാണ് ഇയാൾ വന്ന് കയ്യുമ്മലിരുന്നത് കേട്ടോ. പിന്നെ ഇയാളായിട്ട് നമ്മൾ മാറ്റി നിർത്തുന്നത് ശരിയല്ലല്ലോ ചേച്ചി, കുറച്ച് വീഡിയോ ഒക്കെ എടുത്ത് ഇയാളെ പേര് അറിയുകയാണെങ്കിൽ ഒന്ന് കമൻറ്റ് വീണ്ടും ബില്ലോ കേട്ടോ. അപ്പോൾ ഇതാക്കണ് നമ്മളെ ആളിതാക്കണ് നല്ല പോലെ കൈകൊണ്ട് ഇങ്ങനെ തൊഴുതോണ്ട് നിൽക്കുകയാണ് ഇങ്ങനെ. അപ്പോൾ ഇത്രത്തോളമുള്ള നമ്മളെ 2 ദിവസത്തെ വീഡിയോ ക്ലിക്കിലാക്കി എടുത്തതാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതാ എൻ്റെ സ്വപ്നം കൂടെ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കൂല എന്ന് വിചാരിക്കുന്നു. അപ്പം ഞാൻ നാളെ വരാം. ബൈ ബൈ.